മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ ഈ വിശുദ്ധമായ ദീനിൻ്റെ ഒരു വള്ളിക്കും പുള്ളിക്കും ഒരു നിലക്കും ഒരു വ്യത്യാസവും ഇല്ലാത്ത നിലക്ക്, ഏതെങ്കിലും നിലക്കുള്ള വ്യതിചലനത്തിന് അനുവദിക്കാത്ത നിലക്ക് അത്രമാത്രം ശക്തമാവുന്നൊരു മതിൽ കെട്ടിയിട്ടാണ് അവർ ഇതിനെ സംരക്ഷിച്ചിട്ടുള്ളത്. ആ സംരക്ഷണം അങ്ങനെ കാലകാലമായിട്ട് അത് മഹാന്മാരാവുന്ന വിശുദ്ധമായ ഒരു പരമ്പര, അങ്ങനെയുള്ളൂ. വിശുദ്ധമായ പരമ്പരയിൽ കൂടി ആവണം ഇന്ന ഹാദൽ ഇൽമ ദീനുള്ള ഈ ഇൽമ് അത് ദീനാണ്. ഫൻദുറു അമ്മൻ തഖുദൂന അൻഹും ദീനക്കും, നിങ്ങളുടെ ദീൻ നിങ്ങൾ ആരിൽ നിന്നിട്ടാണ് നിങ്ങൾ കരസ്ഥമാക്കുന്നത്, അതിനെപ്പറ്റി നിങ്ങൾ ആലോചിക്കണം. ഇതാ റഅയ്തുമുർ റജുൽ ഖദ് ഉഅ്തിയ സുഹദൻ ഫി ദുനിയ വഖില്ലത മൻതിഖിൻ ഫഖ്തരിബൂ മിൻഹു. ഒരു മനുഷ്യൻ അധികം സംസാരിക്കാതിരിക്കുക, ഭൗതികമാവുന്ന താല്പര്യങ്ങൾ അദ്ദേഹത്തിനേക്ക് കുറയുകയും ചെയ്യും. അങ്ങനത്തെ ആളുകളോടാണ് നിങ്ങൾ എന്താവേണ്ടത്, ദീനിയാവുന്ന സമ്പർക്കങ്ങൾ പുലർത്തേണ്ടത്, അവരിൽ നിന്നിട്ടാണ് നിങ്ങൾ ഇൽമിനെ കരസ്ഥമാക്കേണ്ടത്, അങ്ങനത്തെവരിൽ നിന്നാണ് നിങ്ങൾ തെയ്യക്കത്ത് സ്വീകരിക്കേണ്ടത് എന്നൊക്കെയാണ്. അപ്പോൾ ഒരു മനുഷ്യനിക്കുണ്ടാവേണ്ട ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ അതാണ്, അവന് ഭൗതികമായ താല്പര്യങ്ങളുള്ളതായ അമിതമാവുന്ന ഒരു ജിജ്ഞാസ അവർക്കില്ലാതിരിക്കാം. ഇതില്ലാത്തവരായിരുന്നു മഹാന്മാരാവുന്ന ഞാൻ എണ്ണി പറഞ്ഞ ഈ മഹത്തുക്കളാവുന്ന ആളുകളൊക്കെ. അവർ ശിഷ്യന്മാരും അങ്ങനെയുണ്ട്. ആ ഒരു സ്വഭാവത്തിലാണ് വിശുദ്ധമാവുന്ന ഈ ദീൻ കേരളത്തിലൂടെ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് വിശുദ്ധമായ പരമ്പര എന്ന് നമ്മളതിനെ സംബന്ധിച്ച് വിശേഷിപ്പിക്കുന്നത്. നമ്മളൊരു കിതാബ് ഓതുകയാണെങ്കിൽ ആ കിതാബ് ഓതുന്ന ഉസ്താദ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ അതെന്താണ്, ഈ പറഞ്ഞ സ്വഭാവ ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ടോ. ഒരുത്തനിൽ നിന്ന് തെയ്യക്കത്ത് സ്വീകരിക്കുകയാണെങ്കിൽ അവന് ഈ സ്വഭാവ ഗുണങ്ങളുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. കാരണം ഈ ദീൻ ഒരു അമാനത്താണ്. ഈ ദീന് വളരെ അമീനാവുന്ന ആളല്ലേ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് തന്നെ ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, പിന്നെ മുത്തായിൻ ഫമ അമീന, ഇദ്ദേഹം വളരെ മാന്യനായ ഒരു ദൂതനാണെന്ന് ജിബ്രീലിനെ പറ്റി വിശേഷിപ്പിക്കുന്നത്. ഒരു മാന്യന്മാരാകുമ്പോൾ അവരെ മാന്യതക്ക് നിരക്കാത്ത പ്രവർത്തികൾ അവരിൽ നിന്നുണ്ടാവില്ല. അതുകൊണ്ട് റസൂൽ പറഞ്ഞത് ഖിയാറുക്കും ഫിൽ ഇസ്ലാം ഖിയാറുക്കും ഫിൽ ജാഹിലിയ്യ, ഇസ്ലാമിക്ക് വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഉയർന്ന സ്വഭാവ ഗുണങ്ങളും മാന്യതയൊക്കെ സംരക്ഷിച്ചു പോരുന്ന കുടുംബങ്ങളുണ്ടാവും. അവർ ഇസ്ലാമിലേക്ക് വന്നാൽ അവർ അവർ വളരെ ഉന്നമരായിരിക്കും, വളരെ ഔന്നത്യമുള്ളവരായിരിക്കും, അവർക്ക് വലിയ സ്ഥാനം നൽകണം. അവർ ഇതാ ഫഖ്ഹു, അവർക്ക് പാണ്ഡിത്യം കൂടി അവരിലുണ്ടായി തീർന്നാൽ, അപ്പോൾ പാണ്ഡിത്യത്തിന് പറ്റുന്നതായ ഒരു ഗുണം കൂടി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിൽ കുടുംബ മഹിമ പരിഗണിക്കപ്പെടണം. അതുകൊണ്ടാണ് ഉയർന്ന കുടുംബങ്ങളിൽ നിന്ന് അമ്പിയാക്കന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി പറഞ്ഞു ഇന്നഹു ലഖൗലു റസൂൽ, മാന്യനായ ദൂതെന്ന്. മാന്യതക്ക് നിരക്കാത്തത്. കാരണം വിശുദ്ധ ഖുർആനിലെ ലൗഹുൽ മഹ്ഫൂദിൽ ഖുർആന്റെ ആയാത്തുകൾ കാണുമ്പോൾ അതിൻ്റെ രേഖകൾ എവിടെ ഉണ്ടാവുള്ളൂ. ഇത് അള്ളാഹും നേരെ ഡയറക്റ്റായിട്ട് ജിബ്രീലിന് പറഞ്ഞു കൊടുക്കല്ല. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിക്ക് പറഞ്ഞു കൊടുക്കല്ല. കാരണം അള്ളാഹുവിൻ്റെ കലാമിൻ്റെ സ്വഭാവം ഒന്ന് വേറെയുള്ളൂ. അപ്പം അള്ളാഹുവിൻ്റെ ഈ വചനങ്ങളെ മേൽ അറിയിക്കുന്നതായ രേഖകൾ, അതിൻ്റെ ചില ഡോട്ട്സുകളോ അല്ലെങ്കിൽ ചില മറ്റെന്തോ ലൗഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ, അത് ലൗഹിലേക്ക് നോക്കി വായിക്കാൻ പറ്റുന്ന ആളുകൾക്ക് അത് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കി ഈ വാക്കുകളെ ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, വളരെ മാന്യനാവുന്ന ദൂതൻ്റെ വാക്കുകളാണ്. അദ്ദേഹം വളരെ വിശ്വസ്തനാണ്. വിശ്വസ്തനല്ലാത്ത ഒരാളെ ഈ ഇതിനെ ഏൽപ്പിക്കാൻ പറ്റൂല. ഇപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ ആയത്ത് അവതരിപ്പിക്കുന്നവർക്ക് ബിസ്മില്ലാത്ത വല്ല ഉസ്സ എന്നാണ് വന്ന് അവതരിപ്പിക്കണമെന്ന് നോക്കുക, എന്നാൽ പേച്ചു പോയില്ലേ. അങ്ങനെ പലതും. അപ്പോൾ ഇത് വളരെ വിശ്വസ്തന്മാരാവുന്ന ആളുകൾ കൈകാര്യം ചെയ്യേണ്ടതാണ്.
അതുകൊണ്ടാണ് ഇത് കൈകാര്യം ചെയ്യുന്നവർക്ക് ഉണ്ടാവേണ്ട ക്വാളിറ്റിനെ പറ്റി പറഞ്ഞു. അവർ വളരെ മുത്തഖീങ്ങളാവണം. വത്തഖുല്ലാഹ വയുഅല്ലിമുക്കുമുല്ലാഹ്. തഖ്വനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഇൽമിനെ ഇവിടെ വളർത്തിയെടുക്കാൻ സാധിക്കുള്ളൂ. ഇതായിരുന്നു മുൻകഴിഞ്ഞ നമ്മളെ പണ്ഡിതന്മാർ, നമ്മളെ ഉസ്താദന്മാർക്കൊക്കെ ഉണ്ടായിരുന്നതായതുകൊണ്ട് ഭൗതികമായ താല്പര്യങ്ങളൊന്നും അവർക്കില്ല. താല്പര്യങ്ങൾ വരണ പോകണം, താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല അവരൊന്നും ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വളരെ വിശുദ്ധമായ പരമ്പരയിൽ കൂടി ലഭിക്കപ്പെട്ട ആശയങ്ങൾ, ആദർശങ്ങളൊക്കെയാണ്. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയങ്ങളും ആദർശങ്ങളൊക്കെ, അതായത് വിശുദ്ധമായ ദീൻ.